ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ടെമ്പിൾ വിസിറ്റാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഋഷിക്കുട്ടനും ഉണ്ട്, ഋഷിക്കുട്ടനും അപ്പൂപ്പനും ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. രാവിലെ സത്യത്തിൽ കറണ്ട് ഇല്ലായിരുന്നു, അപ്പോൾ കുഞ്ഞിന് കുറുക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളൊരു ഇഡ്ഡലി കൊടുത്തു, ഒരു പകുതിയോളം ഇഡ്ഡലി കൊടുത്തു. ആവിൽ പുഴുങ്ങുന്ന ഭക്ഷണമൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഋഷിക്കുട്ടൻ്റെ അപ്പൂപ്പൻ്റെ അനിയൻ്റെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നതെന്നല്ല, നമ്മളൊരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. മണ്ണൂർക്കാവ് അമ്പലത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. മൈനാഗപ്പള്ളി, അതായത് കരുനാഗപ്പള്ളിക്ക് കിഴക്ക് മൈനാഗപ്പള്ളിയിലുള്ള മണ്ണൂർക്കാവ് ദേവീക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അവിടെ ഒരു നേർച്ച ഉണ്ടായിരുന്നു, അത് നടത്താൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഇതൊരു ദേവീക്ഷേത്രമാണ്. ഞാനിവിടെ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട് നേരത്തെ, പക്ഷേ അതൊക്കെ കല്യാണത്തിനായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയും പിന്നെ ഒരു റിലേറ്റീവിൻ്റെയും കല്യാണത്തിനാണ് വന്നത്. ആ സമയത്തൊന്നും നമുക്ക് അകത്ത് കയറി എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ടൊന്നും തൊഴാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇന്ന് നല്ല ഫ്രീ ആയിട്ട് തൊഴാൻ പറ്റും. അകത്ത് ഇങ്ങനെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് വെളിയിലത്തെ വിഷ്വൽസൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്തു. പിന്നെ അവിടെ 2 കല്യാണ മണ്ഡപം ഉണ്ട് കേട്ടോ. ഒന്ന് അമ്പലത്തിനോട് ചേർന്നു, ഒന്ന് അമ്പലത്തിൻ്റെ കിഴക്കേ സൈഡിലായിട്ടും. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലാണ് ഇരുന്നത്. അപ്പോൾ ഋഷിമോൻ അവിടെ നിന്ന് കളിക്കാനും ഒക്കെയുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നേർച്ച നടത്തി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ പ്രസാദം കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് കൊച്ചപ്പൂപ്പനായിട്ട് കളിക്കാൻ ഞാൻ പാലൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് വന്നത്. അപ്പോൾ കുഞ്ഞു കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഫ്രണ്ട്സൊക്കെ 2-3 കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് നല്ല ചില്ലായിട്ട് കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തുമായിരുന്നു. പിന്നെ ആൾക്ക് അങ്ങനെ വഴക്ക് പ്രശ്നങ്ങളില്ലായിരുന്നു. ചിലപ്പോൾ അങ്ങ് ഭയങ്കര പ്രശ്നമായിരിക്കും. ഞാനിപ്പോൾ വഴക്കില്ലെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങ് ഭയങ്കര വഴക്കായിരിക്കും. അപ്പോൾ നമുക്കിതാണ് നമ്മുടെ വഴിപാട്. ഇതിന് പന്തിരാഴി എന്നാണ് പറയുന്നത് കേട്ടോ. ശർക്കര പന്തിരാഴിയും ഉണ്ട്, അല്ലാതെ പാലിൻ്റെ ഉണ്ട്. നമ്മൾ ശർക്കര പന്തിരാഴിയാണ് കേട്ടോ നടത്തിയത്. എന്നിട്ട് ഇത് നമ്മൾ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കണം, എങ്കിലും അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ എന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ ഉള്ളവർക്കൊക്കെ കൊടുത്തു, ക്ലാസ്സിലൊക്കെ നമ്മൾ കൊടുത്തു. എന്നിട്ട് എൻ്റെ അമ്മയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ വീട് ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, അവിടെയും കയറി. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഓട്ടോയിലൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ, കഷ്ടം. കുറച്ച് നേരത്തേക്ക് അങ്ങനെ കാറ്റിൻ്റെയൊക്കെ കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആശാൻ അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. കാരണം രാവിലെ ഒരു 6:30 സംതിങ്ങിന് എന്തോ എഴുന്നേറ്റാണ് കുഞ്ഞ്. അപ്പം അങ്ങ് ഉറങ്ങി. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് പോയത്. ഇത് കരുനാഗപ്പള്ളിക്ക് കിഴക്ക്, എൻ്റെ പേര് ഞാൻ ശരിക്കും മറന്നുപോയി. അവിടെ ഒരു മേൽപ്പാലം ഉണ്ട് കേട്ടോ. കുറേ നാളിന് മുമ്പേ ഇങ്ങനെ പണി തീരാതെ കിടന്നൊരു മേൽപ്പാലമാണ്. ഇപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഓപ്പൺ ആക്കിയിട്ട് എനിക്ക് തോന്നുന്നു 1 വർഷം എന്തോ ആവുന്നതേ ഉള്ളൂ. എന്തായാലും അത് വളരെ ഉപകാരമായിട്ടുണ്ട്. ഇപ്പം അത് നല്ലതായിട്ടുണ്ട്, എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായിട്ടുണ്ട്. അപ്പം ഞങ്ങളിത് വീട്ടിലെത്തി. ഋഷിമോൻ നല്ല ഉറക്കമാണ്. ഇനി പായസം എൻ്റെ വീട്ടിലൊക്കെ ഇനി കൊണ്ട് കൊടുക്കണം. അപ്പോഴത്തേക്കും നല്ല മഴയും തുടങ്ങി. മഴയൊക്കെ തീർന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. സ്റ്റേ